Hello everyone. നമ്മുടെ യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് പറയാനാണ് നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ അതായത് SSC CGLൻ്റെ 2025 എക്സാം എഴുതിയവർക്കും ഇനി വരാൻ പോകുന്ന 2026 എക്സാം എഴുതാൻ പോകുന്നവർക്കുമുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് ആണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് SSC CGL 2025ൻ്റെ FRTA റിസൾട്ട് ഡിക്ലെയർ ആയി എന്നുള്ള കാര്യമാണ്. അപ്പോൾ എന്താണ് ഈ FRTA എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടാകും. സോ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം, അതിൻ്റെ ഫുൾ ഫോം മാത്രം പറയാം. FRTA എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് റൗണ്ട് ഓഫ് ടെൻറ്റേറ്റീവ് അലോട്ട്മെൻറ്റ് എന്നാണ്. അപ്പോൾ SSC CGL എക്സാമിലൂടെ നിങ്ങൾക്ക് സാധാരണ ലഭിക്കുന്ന ഏകദേശം ഒരു 36 പോസ്റ്റുകളാണ്. അതിൽ ഓരോ പോസ്റ്റും നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങൾക്ക് കിട്ടുന്ന മെറിറ്റ് റാങ്കിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ മാർക്ക് ബേസ്ഡ് ആയിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ മാർക്ക് അനുസരിച്ച് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന റാങ്കിൻ്റെ ഒരു സാധ്യതാ ലിസ്റ്റിനെയാണ് നമ്മളിവിടെ ടെൻറ്റേറ്റീവ് ആയിട്ടുള്ള അലോക്കേറ്റഡ് ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത്. സോ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നടന്നിട്ടുണ്ടായിരുന്ന പ്രൊസീജിയറിൽ നിന്നും ഒരു വ്യത്യാസം ഈ വർഷമുണ്ട്. അപ്പോൾ അതിലാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഫോക്കസ് കൊടുക്കുന്നത്. സോ 2025ൻ്റെ SSC CGL എക്സാമിൻ്റെ Tier 1 റിസൾട്ട് വന്നു. Tier 2 റിസൾട്ടും എക്സാം ജനുവരിയിൽ നടന്നിട്ടുണ്ടായിരുന്നു. Tier 2ൻ്റെ റിസൾട്ടും ഇപ്പോൾ വന്നിട്ടുണ്ട്. സോ അത് ബേസ്ഡ് ആയിട്ടാണ് ഈ അപ്ഡേറ്റ് വരുന്നതെങ്കിൽ പോലും 2026 എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഈ ഒരു പ്രൊസീജിയർ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന റാങ്കിലേക്ക് അടുത്ത എക്സാമിലൂടെ നിങ്ങൾക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിവിടെ ആദ്യം തന്നെ ആ ഒരു നോട്ടീസിൻ്റെ സ്ക്രീൻഷോട്ടാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ. സോ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. സോ ഇവിടെ വന്നിരിക്കുന്നത് SSCയുടെ ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്നും വന്നിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷനാണ്. ഒരു 10-16 പേജുള്ള ഒരു PDF ആണ്. അപ്പോൾ ഇത് വായിച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നിങ്ങൾക്കൊന്നും ഒറ്റയടിക്ക് മനസ്സിലാവില്ല. സോ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിൽ നിന്നും ഉള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കി ഇതിൽ നിന്നും നിങ്ങൾക്ക് ആവശ്യമുള്ള, അതായത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ 2026 എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് സംഭവം, ഇതാണ് ആ ഒരു നോട്ടീസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ അപ്ഡേറ്റിനെ പറ്റി നോക്കാം. സോ ഇത് റിലീസ് ചെയ്തിരിക്കുന്നത് SSC ആണ്. സോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനെ നമ്മൾ FRTA അല്ലെങ്കിൽ ഫസ്റ്റ് റൗണ്ട് ഓഫ് ടെൻറ്റേറ്റീവ് അലോക്കേഷൻ എന്നാണ് പറയുന്നത്. സോ ബേസിക്കലി ഇത് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് റാങ്ക് ഉറപ്പിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി ഉറപ്പിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ യെസ്, ഓൾമോസ്റ്റ് യെസ് ആണ്. പക്ഷേ നമുക്കിത് കൺക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഒരു കാര്യം നമുക്കിതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഈ ഒരു ലിസ്റ്റ് വന്നതിന് ശേഷം നിങ്ങൾക്ക് ലഭിക്കാവുന്ന ജോലി ഒന്നെങ്കിൽ അതോ അല്ലെങ്കിൽ അതിന് മുകളിലേക്കുള്ളതായിട്ടുള്ള ഒരു പോസ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. ഇതിൽ നിന്ന് താഴേക്ക് പോവില്ല. ഓക്കെ, അപ്പോൾ ഇതൊരു SSCയുടെ CGLൻ്റെ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ അല്ല. അങ്ങനെയുള്ള യൂട്യൂബ് വീഡിയോസൊക്കെ നിങ്ങൾ ചിലപ്പോൾ കാണുന്നുണ്ടാകും. CGL 2026ൻ്റെ അപ്ഡേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോസ് ഉണ്ടാകും. അതല്ല സംഭവം. പുതിയ നോട്ടിഫിക്കേഷൻ റിലീസ് ആവുന്ന കാര്യമല്ല ഇതിൽ പറയുന്നത്. കഴിഞ്ഞ എക്സാമിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ ഇനി വരുന്ന എക്സാമിൽ നമ്മൾക്ക് എന്തൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ആക്ച്വലി എന്താണ് ഈ നോട്ടിഫിക്കേഷനിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അത് കംപ്ലീറ്റ്ലി SSCയുടെ CGL 2025 എക്സാമിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. സോ സെലക്റ്റഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് വേണ്ടിയിട്ടുള്ള പോസ്റ്റ് അലോക്കേഷന് വേണ്ടിയുള്ള ഒരു ഷോർട്ട് നോട്ടീസ് അല്ലെങ്കിൽ ഒരു നോട്ടീസാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഒരുവിധം ആൾക്കാർക്കൊക്കെ നിങ്ങൾ SSCയുടെ എക്സാംസിനെ പറ്റിയൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി തുടങ്ങുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് 2 ലെവൽ എക്സാമാണ് SSCയിൽ ഉണ്ടാവാമെന്ന് അറിയായിരിക്കും അല്ലേ. മിക്ക ജോലികൾക്കും അല്ലെങ്കിൽ മിക്ക പോസ്റ്റിലേക്കും നമുക്കിവിടെ മൾട്ടി ലെവൽ റിക്രൂട്ട്മെൻ്റ് ആണ് നടക്കുന്നത്. ആദ്യം നമുക്ക് Tier 1 നടക്കും. അത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് Tier 2 നടക്കും. എന്നിട്ട് നിങ്ങളുടെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് പ്രകാരം നിങ്ങളുടെ ജോലിയിലേക്ക് പോകുമ്പോൾ അവിടെ Tier 1ൻ്റെ മാർക്ക് കൂട്ടില്ല, Tier 2ൻ്റെ മാർക്ക് മാത്രമാണ് കൺസിഡർ ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ 2025 നടന്ന എക്സാമിനേഷൻ്റെ Tier 1 റിസൾട്ട് വന്നു കഴിഞ്ഞു. Tier 2 റിസൾട്ടും ഇപ്പം 2 days ബാക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് പ്രകാരം തന്നെ നിങ്ങൾക്ക് ഏകദേശം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ഫൈനൽ പോസ്റ്റ് ഏതാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഈ അലോട്ട്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇതിൽ തന്നിട്ടുള്ളത്. ഇത്രയും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായോ? അപ്പോൾ നമുക്ക് SSCയുടെ 2025 എക്സാം എങ്ങനെ നടന്നിട്ടുണ്ടായിരുന്നു എന്നുകൂടെ നമുക്ക് ജസ്റ്റ് നോക്കാം. Tier 1 എക്സാമിനേഷൻ നടന്നത് സെപ്റ്റംബറിലായിരുന്നു. റിസൾട്ട് ഡിസംബർ ആയപ്പോഴേക്കും വന്നു.
Tier 2 എക്സാമിനേഷൻ ജനുവരിയിലാണ് നടന്നിട്ടുണ്ടായിരുന്നത്. അവിടെ നമുക്ക് റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഏപ്രിലാണ്. അപ്പോൾ 2-3 മാസം കൊണ്ട് തന്നെ നമുക്ക് റിസൾട്ട് വന്നു. സോ നമ്മൾ 2026ൻ്റെ നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. സോ അതിന് മുൻപായിട്ട് 2025 നടന്ന എക്സാമിൻ്റെ ഫുൾ പ്രൊസീജിയറും റാപ്പപ്പ് ചെയ്ത് ആ ഒരു സ്റ്റെപ്സാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, സോ ഇവാലുവേഷൻ, റിസൾട്ട് ഡിക്ലറേഷൻ ഇത് രണ്ടും കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ചില പോസ്റ്റുകളിലേക്ക് അടുത്ത ലെവൽ റിക്രൂട്ട്മെൻറ്റും നടക്കുന്നുണ്ട്. അതെന്തൊക്കെയാണ്, അപ്പോൾ അത് ഇതിനെ എങ്ങനെ ബാധിക്കും എന്നുള്ള കാര്യവും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ ഉള്ള കാര്യം എന്തൊക്കെയാണ് ഇവിടെ നടക്കാൻ പോകുന്നതെന്ന് നോക്കാം. ഞാൻ പറഞ്ഞതുപോലെ CBTയുടെ Tier 1 ഉണ്ട്, Tier 2 ഉണ്ട്. അപ്പോൾ Tier 2ൻ്റെ മാർക്ക് ബേസ്ഡ് ആയിട്ടാണ് നിങ്ങളുടെ പോസ്റ്റ് ലഭിക്കാൻ പോകുന്നത്. സോ Tier 1 എന്ന് പറയുന്നത് Tier 2ലേക്ക് നിങ്ങളെ ക്വാളിഫൈ ചെയ്യാനുള്ള ഒരു ക്വാളിഫയിങ് എക്സാമിനേഷൻ മാത്രമാണ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഔട്ട് ഓഫ് 200ലാണ് എക്സാം നടക്കുന്നത്. സോ നോർമലി ഒരു 150 അല്ലെങ്കിൽ 160 റേഞ്ചിൽ കട്ട് ഓഫ് വരും. ഇത് ക്ലിയർ ചെയ്താലാണ് CGLൻ്റെ Tier 2ലേക്ക് പോകാൻ പറ്റുള്ളൂ. പക്ഷേ ഇനി നിങ്ങൾക്ക് 200ൽ 180 മാർക്സ് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിലും അതുകൊണ്ട് ഫൈനൽ മെറിറ്റ് ലിസ്റ്റിലേക്ക് വരുമ്പോൾ വലിയ കാര്യമില്ല. കാരണം ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് കംപ്ലീറ്റ്ലി വരാൻ പോകുന്നത് Tier 2ൻ്റെ മാർക്സ് ബേസ്ഡ് ആയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇനി എന്താ നിങ്ങൾക്ക് ചെയ്യാനുള്ളത്? ചില പോസ്റ്റുകളിലേക്ക്, ഫോർ എക്സാമ്പിൾ ചില ക്ലറിക്കൽ പോസ്റ്റുകളിലേക്കൊക്കെ ആണെങ്കിൽ അവിടെ DEST, അതായത് ഡേറ്റ എൻട്രി ടൈപ്പിംഗ് സ്പീഡ് ടെസ്റ്റ് അല്ലെങ്കിൽ സ്കിൽ ടെസ്റ്റ് എന്നൊക്കെ പറയുന്ന ഒരു സ്കിൽ ടെസ്റ്റ് നടക്കാറുണ്ട്. ഇനി ചില പോസ്റ്റുകളിലേക്ക്, ഇൻസ്പെക്ടർ പോസ്റ്റുകളിലേക്ക് ചിലപ്പം അവിടെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ചിലപ്പം നടക്കുന്നുണ്ടാകും, അല്ലെങ്കിൽ ഫിസിക്കൽ മെഷർമെൻറ്റ്സ് PST, ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് നടക്കുന്നുണ്ടാകും. അപ്പോൾ ചില പോസ്റ്റുകളിലേക്ക് ആ ഒരു കാര്യം കൂടി വരുന്നുണ്ട്. അപ്പോൾ അത് അല്ലാത്ത ആൾക്കാർക്ക്, ആ ഒരു എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള എക്സ്ട്രാ ആയിട്ടുള്ള സ്റ്റെപ്സ് എടുക്കേണ്ടാത്ത ആൾക്കാർക്ക് ഡയറക്റ്റ്ലി ഇത് മാത്രം, നിങ്ങൾക്ക് കിട്ടിയ പോസ്റ്റിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അതിനെ ഡയറക്റ്റ്ലി നിങ്ങൾക്ക് ലോക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ പോസ്റ്റ് ലഭിക്കുന്നത് നിങ്ങളുടെ മെറിറ്റിൻ്റെ ബേസ്ഡ് ആയിട്ടാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് കൂടെ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് പറഞ്ഞു തരാം. സോ ഇതുകൊണ്ട് തന്നെയാണ് നമ്മളിതിനെ ടെൻറ്റേറ്റീവ് അലോക്കേഷൻ എന്ന് പറയുന്നത്. സോ ഫോർ എക്സാമ്പിൾ ഇതിൽ ഒരുപാട് പോസ്റ്റുകളുണ്ട്. ഫോർ എക്സാമ്പിൾ നമുക്കിപ്പം ഒരു പോസ്റ്റ് ഇപ്പോൾ സബ് ഇൻസ്പെക്ടർ ഇൻ CBI അല്ലെങ്കിൽ സബ് ഇൻസ്പെക്ടർ ഇൻ NIA എന്നൊക്കെ പറയുന്ന പോസ്റ്റുകളുണ്ട് അല്ലേ. അല്ലെങ്കിൽ ഒത്തിരി പേർക്ക് ആഗ്രഹമുള്ള മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ്, അതായത് MEAയിൽ വരുന്ന ASOൻ്റെ പോസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇത് ഒത്തിരി പേര് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഒത്തിരി പേർക്ക് നല്ല ഒരു എയിം ആയിട്ടുള്ള പോസ്റ്റാണ്. അതിൻ്റെ റീസൺ ആ ഒരു പോസ്റ്റിൻ്റെ ഗ്ലാമറും അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന സാലറിയും പുറത്തു പോകാനുള്ള ഓപ്പർച്യൂണിറ്റീസൊക്കെയാണ്. അപ്പോൾ അങ്ങനെ മോസ്റ്റ് കവറ്റഡ് ആയിട്ടുള്ള പോസ്റ്റുകൾ വരുമ്പം അത് ഹൈ റാങ്കിൽ വരുന്നവർക്ക്, അതായത് കൂടുതൽ മാർക്കുകൾ വരുന്നവർക്കായിരിക്കും ലഭിക്കുക. അതിൻ്റെ താഴേക്ക് വരുന്ന പോസ്റ്റുകളാണ് നിങ്ങളുടെ മാർക്ക് അനുസരിച്ച് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ തന്നിരിക്കുന്ന നോട്ടീസിൽ കൃത്യമായിട്ടും ഓരോ പോസ്റ്റും ഏത് കോഡാണ്, ആ കോഡിൽ ഇത്ര മാർക്ക് ഉള്ളവർക്കാണ് ഇതിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പോസ്റ്റാണ് ലഭിക്കാൻ സാധ്യത എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇത് ടെൻറ്റേറ്റീവ് ആണ് എന്ന് പറയാൻ ഉള്ളതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന സ്ലൈഡിംഗ് മെക്കാനിസം എന്ന് പറയുന്ന ഒരു പുതിയ ഒരു മെത്തേഡ് ബേസ്ഡ് ആയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇത് എന്തുകൊണ്ട് ടെൻറ്റേറ്റീവ് ആണ്, ഇത് എന്തുകൊണ്ട് ഫൈനൽ ലിസ്റ്റ് അല്ല എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരം സ്ലൈഡിംഗ് മെക്കാനിസം ആണ്. അപ്പോൾ ഞാൻ ഇതിനു മുൻപ് തന്നെ നമ്മുടെ ചാനലിൽ സ്ലൈഡിംഗ് മെക്കാനിസം എന്താണ് എന്നതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട്, നിങ്ങളിതിനെപ്പറ്റി ആദ്യമായിട്ട് കേൾക്കുകയാണ്, ഒരു ഐഡിയയും ഇല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ വീഡിയോ ഒന്ന് കാണുന്നത് നല്ലതായിരിക്കും. ഇനി അതല്ല, നിങ്ങൾ അന്ന് കണ്ടിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ ഓർമ്മയില്ല എന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട, ഞാനിത് ജസ്റ്റ് റഫായിട്ടൊന്ന് ബ്രഷപ്പ് ചെയ്തു തരാം. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം സ്ലൈഡിംഗ് മെക്കാനിസം അതിൻ്റെ കോൺസെപ്റ്റ് ജസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ SSC കൊണ്ടുവന്നിരിക്കുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾക്കറിയാം SSCയുടെ എക്സാമിന് അപ്ലൈ ചെയ്യുന്ന ആൾക്കാർ ചിലപ്പോൾ വേറെ എക്സാംസിനും അപ്ലൈ ചെയ്യുന്നുണ്ടാവും അല്ലേ. അപ്പോൾ ചില ആൾക്കാർക്ക് ഒരു പക്ഷേ SSCയുടെ ഇത്തവണ അവരുദ്ദേശിച്ചൊരു പോസ്റ്റ് കിട്ടിയില്ലെങ്കിൽ നെക്സ്റ്റ് ടൈം ഞാൻ ഒന്നും കൂടെ ട്രൈ ചെയ്യാം എന്ന് അവർ വിചാരിക്കുന്നവരുണ്ടാകും. അല്ലെങ്കിൽ ഈ പോസ്റ്റിൽ സാറ്റിസ്ഫൈഡ് അല്ലാതെ മറ്റൊരു എക്സാമിലേക്ക് മാറുന്നവരുണ്ടാകും. ഇനി അതല്ലെങ്കിൽ ചിലപ്പം ഇതിൻ്റെ ഒപ്പം തന്നെ മറ്റ് ചില എക്സാംസും സെൻട്രൽ ഗവൺമെൻറ്റിൽ വരുന്ന ബാങ്ക്സോ റെയിൽവേയോ അങ്ങനെയുള്ള ഏതെങ്കിലും എക്സാമിൽ വേറെ ഒരു പോസ്റ്റ് കിട്ടിയ ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്ക് ഈ തവണത്തെ റിക്രൂട്ട്മെൻറ്റിൽ അവർക്ക് കിട്ടുന്ന പോസ്റ്റ് സെലക്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? അവർക്ക് കൊടുക്കാനായിട്ട് അവിടെ നീക്കി വെച്ചിരിക്കുന്ന, അതായത് അവർക്ക് അലോക്കേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു പോസ്റ്റ് വേക്കൻ്റ് ആയിട്ടിരിക്കും അല്ലേ. അപ്പോൾ ഇങ്ങനെ റിക്രൂട്ട്മെൻറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും, ഫോർ എക്സാമ്പിൾ ഇപ്പം 15,000 വേക്കൻസീസ് ഫില്ല് ചെയ്യാനാണ് റിക്രൂട്ട്മെൻറ്റ് വന്നതെങ്കിലും മേ ബി ഒരു 500 പേരെങ്കിലും
ഈ ഒരു പോസ്റ്റുകൾ എടുത്തില്ല എന്നുണ്ടെങ്കിൽ അവിടെ 500 പേർക്കുള്ള ഒരു വേക്കൻസി പിന്നെയും വരും. അപ്പോൾ ഈ വേക്കൻസി അടുത്ത വർഷത്തേക്ക് ഒന്നെങ്കിൽ പുഷ് ചെയ്യും, അല്ലെങ്കിൽ ചില കേസസിൽ SSCയുടെ സെലക്ഷൻ പോസ്റ്റിൻ്റെ കൂടെ റോൾ ഔട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരുന്നതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ മേ ബി അവർ ഈ 500 പേര് ഇതിൽ ജോലിക്ക് പോവാത്തത് കാരണം അതിൻ്റെ ഫൈനൽ ലിസ്റ്റിൻ്റെ ബാക്കിലുള്ള 500 പേർക്ക് ഇതിലേക്ക് എത്താനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിട്ട് പോലും അവർക്കത് ലഭിക്കാതെ പോകുന്നു. കാരണം എന്താ, മറ്റ് ചില ആൾക്കാർ അവരുടെ പോസ്റ്റുകൾ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് സോ ഈ ലോക്ക് ഒഴിവാക്കുന്ന ഒരു മെക്കാനിസമാണ് സ്ലൈഡിംഗ് മെക്കാനിസം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യാൻ പോകുന്നത്, നിങ്ങളുടെ കിട്ടിയ പോസ്റ്റ്, നിങ്ങൾക്ക് അലോക്കേറ്റ് ചെയ്ത് കിട്ടിയ പോസ്റ്റ് നിങ്ങൾ ഓക്കെ ആണോ, അതോ നിങ്ങൾ അതിനെ സ്ലൈഡ് ചെയ്യുകയാണോ, അല്ലെങ്കിൽ നിങ്ങൾ ലോക്ക് ചെയ്യുകയാണോ എന്നൊരു ഓപ്ഷൻ നിങ്ങളിവിടെ കൊടുക്കണം. ലോക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ GST ഇൻസ്പെക്ടറാണ് കിട്ടിയത്, എനിക്ക് ആ പോസ്റ്റ് തന്നെ മതി, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്കൊരു AS ഒരു ക്ലറിക്കൽ പോസ്റ്റാണ് കിട്ടിയത്, എനിക്ക് അത് തന്നെ മതി, എനിക്ക് വേറെ പോസ്റ്റ് വേണ്ട, ഇതിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ലോക്ക് ചെയ്ത് വെക്കാം, അതേ പോസ്റ്റ് തന്നെ കിട്ടും. എന്നാൽ ഇത് അങ്ങനെയല്ല, ഈ പോസ്റ്റിൽ എനിക്ക് കുഴപ്പമില്ല, പക്ഷേ ഇതിൻ്റെക്കാളും ഹയർ ആയിട്ടുള്ളൊരു പോസ്റ്റ് കിട്ടാൻ അവൈലബിലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ, എനിക്കത് ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പോസ്റ്റിനെ സ്ലൈഡ് ചെയ്ത് വെക്കാൻ പറ്റും. ഇതിനെയാണ് നമ്മുടെ സ്ലൈഡിംഗ് മെക്കാനിസം എന്ന് പറയുന്നത്. സോ ഹയർ പ്രിഫേർഡ് ആയിട്ടുള്ള പോസ്റ്റുകൾ ഉണ്ടെങ്കിൽ അവിടെ വേക്കൻസി വന്നാൽ അത് അടുത്ത വർഷത്തേക്ക് ആ വേക്കൻസി അൺഫിൽഡ് ആയിട്ട് മൂവ് ചെയ്യുന്നില്ല, പകരം താഴെയുള്ളവർക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. എന്ന് വെച്ചാൽ ആ വേക്കൻസിയിൽ താഴെ ലിസ്റ്റിൽ വരുന്ന ഒരാൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അയാൾക്കാണത് കൊടുക്കുക, അത് അടുത്ത വർഷത്തേക്ക് മൂവ് ചെയ്യുന്നില്ല. ഇതാണ് സ്ലൈഡിംഗ് മെക്കാനിസം. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞു, സ്ലൈഡിംഗ് മെക്കാനിസത്തിൽ നിങ്ങൾ ഒരിക്കൽ അത് ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്കത് മാറ്റാൻ പറ്റില്ല. സോ അപ്പോൾ ഇവിടെ ഫിക്സ് ആൻഡ് ഫ്ലോട്ട് എന്ന് പറഞ്ഞ 2 ഓപ്ഷൻസ് ആണ്. ഞാൻ ആ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഫിക്സ് ചെയ്യാം അല്ലെങ്കിൽ ഫ്ലോട്ട് ചെയ്യാം എന്നാണ്. സോ നിങ്ങൾ ഫിക്സ് ചെയ്യുകയാണെങ്കിൽ ആ പോസ്റ്റ് തന്നെ നിങ്ങൾ എടുക്കണം. ഇനി ഫ്ലോട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് വേറെ ഏത് പോസ്റ്റാണോ അലോക്കേറ്റഡ് ആവുന്നത് അത് നിങ്ങൾ ചൂസ് ചെയ്യണം. അപ്പോൾ എനിക്ക് ഫ്ലോട്ട് ചെയ്ത പോസ്റ്റ് വേണ്ട, ഫിക്സ് ചെയ്ത പണ്ടത്തെ പോസ്റ്റ് മതി എന്ന് പറയാൻ പറ്റില്ല. ഇതാണ് അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെപ്പറ്റി ഇനിയും കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോ ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത് ബേസ്ഡ് ആയിട്ടാണ് ഇപ്പോഴത്തെ നമ്മുടെ ഈ ഒരു നോട്ടീസ് വന്നിട്ടുള്ളത്. അപ്പോൾ സ്ലൈഡിംഗ് മെക്കാനിസം എന്താണെന്ന് മനസ്സിലായല്ലോ എല്ലാവർക്കും. സോ ബേസിക്കലി അതിനൊരു ചെറിയ എക്സാമ്പിൾ ഞാനിവിടെ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ആദ്യം കിട്ടുന്നത് നിങ്ങളുടെ അത്ര പ്രിഫറൻസിലുള്ള ഒരു പോസ്റ്റല്ല, ഒരു ലോവർ പ്രിഫറൻസിലുള്ള പോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഹയർ പ്രിഫറൻസിലുള്ള പോസ്റ്റ് പിന്നെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവൈലബിൾ ആയിരിക്കും. ഇതാണ് ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നോക്കിയിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് നിങ്ങൾക്ക് ഇത് ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. ഫോർ എക്സാമ്പിൾ, പലർക്കും പല പ്രിഫറൻസുകളായിരിക്കും ഉണ്ടാവുക അല്ലേ. ഇപ്പം വർക്കിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോൾ ഫാമിലിയിൽ ഒക്കെ വരുന്ന വിമൻ കാൻഡിഡേറ്റ്സിന് അങ്ങനെയുള്ളവർക്കാണെങ്കിൽ ഒരുപക്ഷെ ഒത്തിരി ഫീൽഡ് ഡ്യൂട്ടി വേണ്ടാത്ത അല്ലെങ്കിൽ നൈറ്റ് ഡ്യൂട്ടി വേണ്ടാത്ത ജോലികളായിരിക്കും പ്രിഫർ ചെയ്യുക. അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ പോസ്റ്റിൻ്റെയും ജോബ് പ്രൊഫൈൽ എന്താണ് എന്നൊരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവണം. അതനുസരിച്ച് മാത്രമാണ് നിങ്ങൾക്ക് ഈ പോസ്റ്റിൻ്റെ പ്രിഫറൻസ് കൊടുക്കാനായിട്ട് പാടുള്ളൂ. ഓക്കെ, അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നിങ്ങളൊരു പോസ്റ്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൽ നിന്ന് നിങ്ങൾക്ക് മാറാൻ പറ്റില്ല. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഒരു നോട്ടീസിൽ പ്രകാരം കഴിഞ്ഞ വർഷം നടന്ന എക്സാമിലൂടെ 15,118 പോസ്റ്റുകളിലേക്കുള്ള ഫില്ലിംഗ് ആണ് നടക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ബട്ട് സ്റ്റിൽ ചില കേസസിൽ ആൾക്കാർ ജോയിൻ ഒക്കെ ചെയ്യാതിരിക്കും. അപ്പോൾ ഈ നമ്പേഴ്സിന് മേ ബി വേരിയബിലിറ്റി വരാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് എങ്ങനെയാണ് ഈ സെലക്ഷൻ നടക്കുന്നതെന്ന് നോക്കാം. അത് പ്യുവർലി നിങ്ങളുടെ Tier 2 മാർക്ക് ബേസ്ഡ് ആയിട്ടാണ് വരുന്നത്. Tier 2 എന്ന് പറയുന്നത് ജസ്റ്റ് സ്ക്രീനിങ്ങിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നൊരു കാര്യമാണ്. ഇനി കട്ട് ഓഫിൻ്റെ ഇൻഫർമേഷനും ഇവിടെ തന്നിരിക്കുന്ന ഈ ഒരു നോട്ടീസിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഓരോ പോസ്റ്റിനും വരുന്ന കട്ട് ഓഫും എങ്ങനെയാണ് എന്ന് പറയുന്നുണ്ട്. സോ അപ്പോൾ ആ കട്ട് ഓഫ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന മാർക്ക് നിങ്ങളുടെ പോസ്റ്റിൻ്റെ ആ ഒരു ഉദ്ദേശിച്ച പോസ്റ്റിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന പോസ്റ്റും വെച്ചിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് വരാൻ പോകുന്ന പോസ്റ്റ് ഏതായിരിക്കും എന്നൊരു ഐഡിയ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ബാക്കി വരുന്ന ചില ടെസ്റ്റുകളാണ്. ഇപ്പം കമ്പ്യൂട്ടർ നോളജ് ടെസ്റ്റ് അല്ല, അതിൽ DEST അതായത് നമ്മുടെ ഡേറ്റ എൻട്രി സ്പീഡ് ടെസ്റ്റ് എന്ന് പറയുന്ന ടെസ്റ്റ് വരുന്നുണ്ട്. ചില ഇൻസ്പെക്ടർ പോസ്റ്റുകളിലേക്ക് ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് മാത്രം അവർ നോക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പോസ്റ്റുകളിലേക്കുള്ള ഈ ടെസ്റ്റ് വരുന്ന സമയത്ത് അപ്പോൾ ഈ പോസ്റ്റ് തന്നെ നിങ്ങൾക്ക് കിട്ടുമെന്നൊരു ഡൗട്ട് ഉണ്ടാകും. സോ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം,
നിങ്ങളുടെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ നിങ്ങളുടെ ഫൈനൽ റാങ്ക് വരുന്നത് പ്യുവർലി CBT 2 ബേസ്ഡ് ആയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന DESTയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് വരുന്നുണ്ടെങ്കിൽ അതെല്ലാം തന്നെ പ്യുവർലി ക്വാളിഫയിങ് ഇൻ നേച്ചറാണ്. എന്ന് വെച്ചാൽ അത് നിങ്ങൾ പാസ്സായാൽ മാത്രം മതി, അതിന് എത്ര മാർക്ക് കിട്ടണം എന്നുള്ള കാര്യമൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല. അപ്പോൾ ഇതാണ് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം. ഇത് കമ്പ്യൂട്ടർ നോളജ് ടെസ്റ്റിൻ്റെ കേസല്ല കേട്ടോ, DEST ആണ് കൂടുതലും വരുന്നത്. ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റാണ്, അല്ലെ ഡേറ്റ എൻട്രി സ്കിൽ ടെസ്റ്റാണ്. അപ്പോൾ ഇത് നിങ്ങൾ ഫെയിൽ ആവാൻ പാടില്ല, കാരണം ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പോസ്റ്റ് കിട്ടില്ല. പക്ഷേ ഇത് നിങ്ങൾ ഒത്തിരി പ്രിപ്പയർ ചെയ്തിട്ട് അതിൽ റാങ്ക് വാങ്ങിക്കേണ്ട കാര്യമില്ല, കാരണം ഇതിന് മാർക്കല്ല നോക്കുക, ജസ്റ്റ് പാസ് അല്ലെങ്കിൽ ഫെയിൽ ആണോ എന്നാണ് നോക്കുക. അപ്പോൾ ഈ SSC CGL ഞാൻ പറഞ്ഞു ഒരു 36 പോസ്റ്റുകളാണ് സാധാരണ വിളിക്കുന്നത്. അപ്പോൾ അതിൽ ഒരുപാട് പോസ്റ്റുകളുണ്ട്. ഇൻകം ടാക്സിൽ ഇൻസ്പെക്ടർ ഉണ്ട്, CBA ഇൻസ്പെക്ടർ ഉണ്ട്, അങ്ങനെ ഒരുപാട് പോസ്റ്റുകളുണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ നോട്ടീസിൽ ഇതുപോലെ ചില കോഡുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് ഇൻസ്പെക്ടർ എക്സാമിനറിന് BO1 അല്ലെ B01, ഇൻസ്പെക്ടർ പ്രിവെൻറ്റീവ് ഓഫീസറിന് B02, അടുത്തത് B04, B09, ഇങ്ങനെയാണ് പോസ്റ്റുകൾ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ PDF നിങ്ങൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പോസ്റ്റുകളുടെ പേരല്ല, ഈ ഓരോന്നിൻ്റെയും കോഡിന് എഗൻസ്റ്റ് ആയിട്ടാണ് ഇത്രയാണ് കട്ട് ഓഫ് എന്ന് തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയാണ് കട്ട് ഓഫ് വന്നതെങ്കിൽ അതിൻ്റെ എഗൻസ്റ്റ് ആയിട്ടുള്ള കോഡ് ഏതാണെന്ന് നോക്കുക, ആ കോഡ് ഏത് പോസ്റ്റിൻ്റെ ആണെന്ന് നോക്കുക, ആ പോസ്റ്റാണ് നിങ്ങൾക്ക് എലിജിബിലിറ്റി വരുന്ന പോസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റ്സും മിനിസ്ട്രീസിലും ആണ് എന്നുകൂടെ നമുക്ക് ജസ്റ്റ് നോക്കുകയാണെങ്കിൽ അത് ഒട്ടുമിക്ക എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കുള്ളതും നിങ്ങൾക്ക് കാണാം. അതായത് ടാക്സ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്ന CBI ഉണ്ട്, നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി NIA വരുന്നുണ്ട്, പിന്നെ മിനിസ്ട്രീസ് ഓഫ് പോസ്റ്റ് വരുന്നുണ്ട്, മിനിസ്ട്രീസ് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി, ടെലികമ്മ്യൂണിക്കേഷൻ, അങ്ങനെ ഒരുപാട് മിനിസ്ട്രികളിലേക്കുള്ള പല വെറൈറ്റീസിലുള്ള ക്ലറിക്കൽ ആൻഡ് നോൺ ക്ലറിക്കൽ പോസ്റ്റുകളാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി ഇതിൽ സെലക്റ്റഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ചെയ്യേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, നിങ്ങൾ തീർച്ചയായും സ്ലൈഡിംഗ് പ്രോസസ്സിന് അപ്പിയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ആ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽഡായിട്ട് പറയുന്നുണ്ട്. സ്ലൈഡിംഗ് പ്രോസസ്സ് നിങ്ങൾ പേഴ്സണലി പോയി ചെയ്യേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾക്ക് അവിടെ പ്രോക്സി എന്ന് പറയുന്ന ഒരു കാര്യം പോസിബിൾ അല്ല. ആധാർ വെരിഫിക്കേഷൻ, അതായത് നിങ്ങളുടെ ബയോമെട്രിക് വെരിഫിക്കേഷൻ നടത്തിയതിന് ശേഷം മാത്രമാണ് സ്ലൈഡിംഗ് പ്രോസസ്സിൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ അതുകൊണ്ട് തന്നെ സെലക്റ്റഡ് ആയിട്ടുള്ളവർ ഇൻ പേഴ്സൺ നിങ്ങളുടെ ഒരുപാട് ഓഫീസുകൾ വരുന്നുണ്ട്. സോ നിങ്ങളുടെ ഡിസ്ട്രിക്റ്റിൽ വരുന്ന ഓഫീസുകളിൽ അത് ആ നോട്ടിഫിക്കേഷനിൽ തന്നെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ടാവും. നിങ്ങൾക്ക് അതിന് മെയിലും ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ പേഴ്സണലി പോയിരിക്കുക. നിങ്ങൾ അതിൻ്റെ ആ ഒരു ഡേറ്റ് മിസ്സായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലി ലഭിക്കില്ല. നിങ്ങൾക്ക് പോകാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അതും ഡിഫിക്കൽട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇൻ പേഴ്സൺ പോയിട്ട് വേണം നിങ്ങൾ അവിടെ ചെയ്യാൻ. സോ ഫിസിക്കൽ പ്രസൻസ് ഈസ് റിക്വയർഡ് എന്ന് ക്ലിയർലി പറയുന്നുണ്ട്. ഓക്കെ, സോ ഇത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര ഹൈ റാങ്ക് ഉള്ള ആളാണെങ്കിൽ പോലും നിങ്ങൾക്ക് അവിടെ സെലക്ഷൻ കിട്ടില്ല. ഓക്കെ, ഇനി അടുത്തതായിട്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നത്? സോ നോർമലി വാട്ട് വിൽ ഹാപ്പൻ ആഫ്റ്റർ ദിസ്, സ്ലൈഡിംഗ് പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും അല്ലേ. അതിനുശേഷം ചില ആൾക്കാർ ഇപ്പം ഇവർ ഫിക്സ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ആ പോസ്റ്റുകളിലേക്ക് താഴെയുള്ള ആൾക്കാർ വരും. അപ്പോൾ അങ്ങനെ മൊത്തം വേക്കൻസികളും ഫിൽഡ് ആയിട്ട് പോകും. സോ ഫൈനൽ അലോക്കേഷൻ ലിസ്റ്റ് റിലീസാകും. അതിനുശേഷം അപ്പോയിൻമെൻറ്റ് ലെറ്റർ ലഭിച്ച് നിങ്ങൾക്ക് നേരെ നിങ്ങളുടെ ഡ്രീം പോസ്റ്റിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്നൊക്കെ എന്താണ് ഇനി എക്സാം എഴുതാൻ പോകുന്ന ആസ്പിറൻസ് മനസ്സിലാക്കേണ്ട കാര്യം? സോ ഫ്യൂച്ചർ ആസ്പിറൻസ് ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം, XSCയുടെ എക്സാംസ് എല്ലാം തന്നെ കറക്റ്റ് ടൈമിങ്ങിലാണ് നടക്കുന്നത്. Tier 1 എക്സാം എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ജസ്റ്റ് ക്വാളിഫയിങ് ഇൻ നേച്ചറാണ്. Tier 2 എക്സാം ആണ് നിങ്ങളുടെ ആക്ച്വൽ ആയിട്ടുള്ള, അതായത് ഒരു ജോലിയിലേക്ക് നിങ്ങളെ കൊണ്ട് എത്തിക്കുന്ന എക്സാമിനേഷൻ. ഓക്കെ, അപ്പോൾ പോസ്റ്റ് പ്രിഫറൻസ് നിങ്ങൾ കെയർഫുൾ ആയിട്ട് ചെയ്യണം. സോ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് തന്നെ ജോബ് പ്രൊഫൈൽ ഓരോ പോസ്റ്റിൻ്റെതും ഏതാണ് എന്ന് മനസ്സിലാക്കുക. എന്നിട്ട് അത് ക്ലിയർ ചെയ്യാനുള്ള കട്ട് ഓഫ് എത്രയാണോ അതുകൂടി നിങ്ങളുടെ മനസ്സിൽ വെച്ചിട്ട് പഠിക്കുക. കാരണം നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ ഒരു കട്ട് ഓഫ് ആണ്, പക്ഷേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോസ്റ്റ് അതിൻ്റെ ഹയർ വാല്യൂലുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് അവിടേക്ക് എത്താൻ പറ്റില്ല, നിങ്ങൾ ഡിസപ്പോയിൻറ്റഡ് ആകും. സോ ഒരുവിധം എല്ലാ ജോബ് പ്രൊഫൈൽസും ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള ഏതെങ്കിലും ജോബ് പ്രൊഫൈലുകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വീഡിയോയുടെ താഴെ കോമൻ്റ് ആയിട്ട് ഇട്ടാൽ മതി. സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ അത് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. കറക്റ്റ് സമയത്ത് എല്ലാ എക്സാമും നടക്കുന്നുണ്ട്, പക്ഷേ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് നിങ്ങൾ ആദ്യം ഫോക്കസ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടി അതിൻ്റെ കട്ട് ഓഫ് മാർക്ക് എത്രയാണ് വരുന്നത് എന്ന് നോക്കി വേണം നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ. ക്ലിയർ? അപ്പോൾ സെലക്ഷൻ പ്രോസസ്സൊക്കെ നിങ്ങൾക്ക് നേരത്തെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ പ്രിപ്പറേഷനെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ CGL 2026ൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ വരുന്നതാണ്. ഇവിടെ March 31 പറഞ്ഞിട്ടുണ്ടായിരുന്ന ഡേറ്റ്, പക്ഷേ അതിൽ വന്നിട്ടില്ല.
പക്ഷേ അതിൻ്റെ അർത്ഥം വരില്ല എന്നാണോ? അല്ല, എല്ലാ വർഷവും വരുന്നതാണ്. സോ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതുപോലെ തന്നെ SSC CGL-ഉം SSCയുടെ SSCയുടെ മറ്റ് എക്സാംസും ഇനി റെയിൽവേ എക്സാംസും ബാങ്കിങ് എക്സാംസും എല്ലാം തന്നെ ഉടനെ വരുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരുമിച്ച് പഠിച്ചു തുടങ്ങാനായിട്ടുള്ള നമ്മുടെ കോഴ്സുകളും എൻട്രി ആപ്പിൽ അവൈലബിൾ ആണ്. സോ അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഈ കോഴ്സസ് ചൂസ് ചെയ്യുകയാണെങ്കിൽ 6000 rupees വരെ നിങ്ങൾക്ക് ഓഫർ കിട്ടും. സോ എൻട്രിയുടെ കരിയർ ഫെസ്റ്റിൻ്റെ ഭാഗമായിട്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് തോന്നുകയാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.